ഞാനും നിങ്ങളും കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങൾ എന്തൊക്കെയാണ്? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയ ദിവസത്തിലല്ലേ പൊന്നു മുഅ്മിനെ, കഴിഞ്ഞ റബീഉൽ അവൽ 12-ന് ഉണ്ണി യേശുവിന്റെ വേഷം കെട്ടുന്നത് പോലെ, അതേ കൃഷ്ണന്റെ വേഷം കെട്ടുന്ന പോലെ, ഉണ്ണി കൃഷ്ണനെ പോലെ ഉണ്ണി യേശുവിനെ പോലെ ഹബീബായ മുത്തിന്റെ പടച്ചോൻ പുറത്തു കൊടുക്കുമാറാവട്ടെ, ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കുഞ്ഞുമക്കളെ കൊണ്ട് 6, 7, 10 വയസ്സുള്ള കുഞ്ഞുമക്കളെ ജുബ്ബ ധരിപ്പിച്ചിട്ട് തലപ്പാ കെട്ടിച്ചിട്ട് കണ്ണിൽ അതേ പൊന്നു മുഅ്മിനെ സുർമി അണിയിച്ചിട്ട് ഉണ്ണി മുഹമ്മദായി കൊണ്ട് നടന്നെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹ് അല്ലാഹ് പൊറുക്കുമോ? ഹബീബായ റസൂൽ പൊറുക്കുമോ? ഹബീബിനോടുള്ള സ്നേഹമാണോ? ഹബീബിനോടുള്ള കൂറാണോ? അതോ മറ്റേതെങ്കിലും മതവിഭാഗം ചെയ്തു കൂട്ടുന്ന ആദർശങ്ങളോട് സംസ്കാരങ്ങളോടുള്ള കൂറാണോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലം കെട്ടാൻ, ഹബീബിന്റെ ഫോട്ടോ പ്രദർശിപ്പിക്കാൻ, ഹബീബായ മുത്തിന്റെ രൂപം കാണിക്കാൻ ഒരു ജൂതൻ ഒരു ക്രിസ്ത്യാനി മെനക്കെട്ടില്ലെങ്കിൽ സമൂഹമേ നമ്മിൽപ്പെട്ടവർ മുന്നേറുമ്പോൾ എവിടെയാണ് സമൂഹത്തിന്റെ അധപ്പതനമെന്ന് ചിന്തിക്കണം. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം കെട്ടാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നത് സഹോദരങ്ങളെ? ഹബീബായ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ വഫാത്തായ ദിനത്തിലല്ലേ പൊന്നു സഹോദര, അതേ തന്റെ ബൈക്കിന് പച്ച പെയിന്റ് അടിച്ചിട്ട്, കാറിന് പച്ച പെയിന്റ് അടിച്ചിട്ട്, അതേ ശരീരം മുഴുവനും പച്ചയായ പട്ടുകൊണ്ട് കഫം പൊടി പൊടിയുന്ന പോലെ പൊടിഞ്ഞിട്ട് റോഡിൽ തകർത്ത് ആറാടിയത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണോ? അള്ളാഹുവിന്റെ ഹബീബായ മുത്തിനോടുള്ള സ്നേഹപ്രകടനമാണോ? ഹബീബായ റസൂലിനെ നിന്ദിക്കലാണോ പുച്ഛിക്കലാണോ? അള്ളാഹുവിന്റെ അടിയാറുകള് രോഗിയായി കിടക്കുന്ന രോഗികള് അതേ മിനിറ്റുകൾ കൊണ്ട് ആശുപത്രി എത്തിച്ചേർന്നാൽ തന്റെ രോഗത്തിന് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റിലേക്ക് അല്പം ആശ്വാസം നൽകും, അല്ലെങ്കിൽ അതേ റൂഹ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ആ റൂഹ് തിരിച്ചു കൊടുക്കാൻ, അതേ തന്റെ ശരീരത്തിന് ആശ്വാസം നൽകാനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നൽകാമെന്ന് വിചാരിച്ചിട്ട് വളരെ സ്പീഡിൽ സഞ്ചരിച്ചു പോകുന്ന വാഹനത്തെ പോലും ഹബീബായ മുത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് നാം ഇങ്ങനെ പൊന്നു മുഅ്മിനെ ഘോഷയാത്ര നടത്തിയാൽ ഹബീബിന് ഇഷ്ടമാകുമോ? ഹബീബിന് വെറുക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, അതേ ഈമാന്റെ ശാഖകൾ 70 ചില്ലാനമുണ്ടെങ്കിൽ അതിലേറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തയ്യിബയാണെങ്കിൽ ആ ശാഖകളുടെ കൂട്ടത്തിലെ ഏറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാനി തരീഖ്, വഴിയിലൂടെ നടന്നു പോകുന്നവൻ ജൂതനാവട്ടെ, വഴിയിലൂടെ നടന്നു പോകുന്നവൻ ഹൈന്ദവനാവട്ടെ, വഴിയിലൂടെ നടന്നു പോകുന്നവൻ ക്രൈസ്തവനാവട്ടെ, വഴിയിലൂടെ നടന്നു പോകുന്നവൻ ഏത് അവിശ്വാസിയാവട്ടെ, നിരീശ്വരവാദിയാവട്ടെ, വഴിയിലൂടെ നടന്നു പോകുന്നവന്റെ കാലിൽ മുള്ളുകൊള്ളാതിരിക്കാൻ, അവൻ ഇടങ്ങേറില്ലാതിരിക്കാൻ വഴിയിൽ കാണുന്ന മുള്ളും കല്ല് കഷ്ണങ്ങളും പെറുക്കി മാറ്റണേ എന്ന് പഠിപ്പിച്ച ഹബീബിന്റെ അനുയായികള് റോഡ് ബ്ലോക്കാക്കി ഘോഷയാത്ര നടത്തുമെങ്കിൽ പൊന്നു മുഅ്മിനേ, ഈ ഘോഷയാത്ര ഹബീബിനോടുള്ള സ്നേഹമാണോ? ഹബീബായ മുത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയാന്തരത്തിൽ അല്പമെങ്കിലും ഈമാനുണ്ട് എന്നതിന്റെ അടയാളം വഴിയിലുള്ള ബ്ലോക്ക് നീക്കിക്കൊടുക്കലാണ്, വഴിയിൽ തടസ്സമുണ്ടാക്കേണ്ടതല്ല. നമുക്ക് മാതൃക ഹബീബാണ്, നമുക്ക് മാതൃക ബഹുമാനപ്പെട്ട സഹാബാക്കളാണ്. ഏതെങ്കിലും മതവിഭാഗങ്ങൾ അവർ ഉത്സവത്തിന്റെ പേര് പറഞ്ഞ് ഘോഷയാത്ര നടത്തിയിട്ട് റോഡ് ബ്ലോക്കാക്കുന്നുവെങ്കിൽ മുഅ്മിനേ, നിനക്കത് മാതൃകയില്ല. നിന്റെ മാതൃക ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിന്റെ ഹബീബായ മുത്തായ ആരംഭപ്പൂവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനാണ് മാതൃകയുള്ളത്.